ഹായ്, എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പാർട്ട്ണർ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് സൈലന്റ് ആവാറുണ്ട്. എങ്ങനെ ഞാനിതിനൊന്ന് ഫേസ് ചെയ്യുക, എങ്ങനെ ഞാനത് നോക്കിയാക്കി എടുക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പാർട്ട്ണർ എന്തുകൊണ്ടാണ് സൈലന്റ് ആവുന്നത്, അല്ലെങ്കിൽ അവരുടെ സൈലന്റ് പാറ്റേൺ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറുടെ ആ ഒരു സൈലൻസിനെ നേരിടാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ നമുക്കത് എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ സൈലൻസിന്റെ പുറകിലെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. മേ ബി ഒരു ഫൈറ്റ് കഴിഞ്ഞത് കൊണ്ടായിരിക്കാം മിണ്ടാതിരിക്കുന്നുണ്ടാവുക. അത് നോർമലി നമ്മൾ സാധാരണമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. ഒരു വഴക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാറില്ല. അതാണോ എന്നുള്ളത് മനസ്സിലാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് വന്നതായിരിക്കാം. അതായത് ഇമോഷണലി നിങ്ങളുമായിട്ട് അടുക്കാൻ ആൾക്ക് കഴിയുന്നുണ്ടാവില്ല. ആ ഒരു അടുപ്പം കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മിണ്ടാത്തതുമായിരിക്കാം. അതാണോ എന്നുള്ളത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സൈലന്റ് പണിഷ്മെന്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് തരണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ അതാണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ എന്താണ് ഇവരുടെ ഒരു സൈലന്റിന്റെ പുറകിലുള്ള റീസൺ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഈ മൂന്നും സെയിം ആയിരിക്കില്ല, അവരുടെ റിയാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഫൈറ്റ് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ ചോദിക്കുന്നതിന് ആൾ ദേഷ്യപ്പെട്ടിട്ട് ആൻസർ പറയുന്നുണ്ടാവുക. മിക്ക സമയത്തും ആൾ മിണ്ടില്ല, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ഒരു ഫൈറ്റ് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. ഒരു ഇമോഷണൽ കണക്ഷൻ ഗ്യാപ്പ് വന്നതാണെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നുണ്ടായിരിക്കാം, അതായത് നിങ്ങൾ ചോദിക്കുന്നതിന് അവർ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് ഭയങ്കര ദേഷ്യത്തോടെ ആയിരിക്കില്ല, താല്പര്യമില്ലാത്തതുപോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കും അവർ സംസാരിക്കേണ്ടാവുക. ഇവിടെ ഒരിക്കലും ഒരു ഫൈറ്റ് കഴിഞ്ഞ രീതിയിലാവില്ല ഇവിടുത്തെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫൈറ്റ് കഴിയുമ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ഇവിടെ അങ്ങനെ ദേഷ്യമൊന്നും കാണാൻ പറ്റില്ല, ആൾ കാമായിട്ടായിരിക്കും സംസാരിക്കേണ്ടാവുക. പക്ഷേ എന്തോ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ ദേഷ്യം കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആൾ മിണ്ടുകയില്ല. അപ്പം അതൊക്കെ ആണെങ്കിൽ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഏത് രീതിയിലാണ് ആൾ ഈ ഒരു സൈലന്റിനെ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്തായിരിക്കും കാരണം എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ റിയാക്ഷൻ എടുക്കും. അങ്ങനെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആള് സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇത് അവരെ കുറച്ചുകൂടി ഇറിറ്റേറ്റഡ് ആക്കുകയാണ് ചെയ്യുക. സോ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ കാം ആൻഡ് കൂളായിട്ടിരിക്കുക. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കാം, പക്ഷേ അവർ സൈലന്റ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ടൈം കൊടുക്കാം. അതല്ലാതെ നിങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ദേഷ്യം കൂടും എന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാം ക്ലാരിറ്റി അപ്രോച്ച് ആണ്. അതായത് വളരെ കാമായിട്ട് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യാം. ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതായത് നിനക്കൊരു ടൈം വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിനക്ക് ഓക്കെ വരാൻ ടൈം വേണമെന്നുണ്ടെങ്കിൽ നീ എടുത്തോളൂ. പക്ഷേ ഈ ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം നീ അതിന് വേണ്ടിയിട്ടാണ്, അതായത് എന്നോട് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എനിക്കത് ഹേർട്ടാവും. സോ എന്താണ് അതിൻ്റെ പുറകിൽ റീസൺ എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളത് നിങ്ങൾ അവരോട് പറയാം. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല, അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒന്നുമില്ല. നമ്മൾ നോർമലി അവരോട് പറയുകയാണ് ഇതിങ്ങനെ ആകുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രം. സോ അവിടെ മേ ബി അവരതിനൊരു ക്ലാരിറ്റി തരാനുള്ള സാധ്യതയുണ്ട്, ഇതുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം അവർ പറയും. അഥവാ അപ്പം തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ടായാലും ആളത് പറയാനുള്ള മനസ്സ് കാണിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങൾ അവരോട് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. അത് കുറച്ചുകൂടി റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഇവരിങ്ങനെ സൈലൻ്റ് ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത്. ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് സൈലൻ്റ് ആയി ഇരിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഫൈറ്റ് കഴിഞ്ഞ് നമ്മൾ മിണ്ടി കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അവർ ദേഷ്യം കാര്യങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. അതൊന്ന് നോക്കുക. ഇപ്പോൾ ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. പക്ഷേ ഇപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ മിണ്ടുന്നേ ഇല്ല, ഭയങ്കര സൈലൻ്റ് ആണ്. ഇപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഭയങ്കര സൈലൻ്റ് ആയിട്ട് തന്നെ ആളിരിക്കുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങളിത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നൊരു ചിന്ത ഉള്ളിൽ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ്, ആൾക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടവും ഫീലിങ്സും ഒക്കെ നഷ്ടമാവുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് അത്രയും നാളും മിണ്ടാതിരിക്കുന്നുണ്ടാവുക. റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് മിണ്ടുക എന്നിട്ട് എപ്പോഴും മിണ്ടാതിരിക്കുക, ഇത് ആഴ്ചകളായിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ
ആൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ തെറ്റുന്നുണ്ട്, പക്ഷെ മിണ്ടുന്നുണ്ട്, പിന്നെയും തെറ്റുന്നുണ്ട്, മിണ്ടുന്നുണ്ട്, അതൊക്കെ നോർമലി റിലേഷൻഷിപ്പിൽ കാണുന്നതാണ്. ഈ തെറ്റലും മിണ്ടലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അല്ലാതെ എപ്പോഴും മിണ്ടാതിരിക്കുന്നതാണ്, ഇപ്പോഴെങ്കിലും മാത്രം ഇടയ്ക്കുള്ള സംസാരമാണെങ്കിൽ അത് നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവരോട് ക്ലിയർ ആയിട്ട് പറയുക, ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ എന്നുള്ളൊരു കാര്യം. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു പ്രശ്നവും ഇല്ലാണ്ടാവില്ല എന്നുള്ളത് തുറന്നു പറയാം. സ്നേഹം ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെ പ്രശ്നം ഇല്ലാതിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്നേഹം ഉണ്ടെങ്കിലും അവിടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളത്. എന്ന് കരുതി അവർ പറയുന്ന പോലെ തന്നെ ചെയ്യുക എന്നുള്ളതൊന്നല്ല, എങ്കിലും കുറേയൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ടൊരു കാര്യം അവരടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തണം. അതല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങോട്ടൊരു ഫൈറ്റ് ആണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളത് അവരോട് പറയാം. അവരിങ്ങോട്ട് സൈലന്റ് എന്നുള്ള രീതിയിൽ ഒരു പണിഷ്മെന്റ് തരികയാണെങ്കിൽ നമ്മൾ തിരിച്ചും അങ്ങോട്ടൊരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ സൈലന്റ് ആയിട്ട് തന്നെ നമ്മൾ ഇരിക്കുള്ളൂ. ആ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് എന്താണോ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഓക്കെ ഒന്ന് സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ അവരോട് പോസിറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചും ആ രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ബൗണ്ടറി എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു നെഗറ്റീവായ രീതിയിൽ നിങ്ങൾ എടുക്കരുത്. ഇത് ചെയ്യരുത് എന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും കൃത്യമായി കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് എപ്പോഴും നല്ലതായിരിക്കും റിലേഷൻഷിപ്പിൽ. ഇപ്പം ഞാൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് സംശയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറേ പേർക്ക് പറ്റുന്നുണ്ടാവില്ല. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. കുറേ പേർക്ക് പേടിയുണ്ടായിരിക്കും, അയ്യോ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഞാൻ പറയുന്നത് പുറത്തറിയോ, ഇങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. എന്താണ് പ്രശ്നം നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ വരെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പ്രശ്നമായിട്ട് കിടക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. സോ അത് നിങ്ങൾ മുൻകൈ എടുക്കണമെന്ന് മാത്രം. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്